തിരുവനന്തപുരത്ത് പോലീസിനെ ആക്രമിച്ച കാപ്പ കേസ് പ്രതിക്ക് നേരെ വെടിയുതിർത്ത് ആര്യങ്കോടാണ് സംഭവം. SHയെ വെട്ടാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് പ്രതിക്ക് നേരെ വെടിയുതിർത്ത്. പ്രതിയുടെ ദേഹത്ത് വെടികൊണ്ടില്ല. പ്രതി രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രതി പിടിയിലായിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മനസ മനോജ് ചേരുന്നുണ്ട്. മനസ, ഏതായാലും ഈ കാപ്പ കേസ് പ്രതി പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു, അതിനെ തുടർന്ന് വെടിയുതിർക്കേണ്ടി വന്നു എന്നാണ് മനസ്സിലായി. ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. എവിടെ നിന്നാണ് പിടിയിലായത്? വിവരങ്ങൾ എന്താണ്? പ്രതിയെ നിലവിൽ കാട്ടാക്കടയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. 2 ആഴ്ച മുൻപ് ഇയാൾക്ക് നോട്ടീസ് നൽകാൻ പ്രതിയുടെ വീട്ടിലേക്ക് പോലീസ് പോയിരുന്നു. അന്ന് ഇയാൾ പോലീസിന് നേരെ വെട്ടുകത്തിയെടുത്ത് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മുൻപും പോലീസിനെ ആക്രമിക്കുന്ന ഒരു രീതിയായിരുന്നു പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് നോട്ടീസ് നൽകാൻ പോകുമ്പോഴായിരുന്നു അത്തരത്തിലുള്ള ഒരു ആക്രമണ സ്വഭാവം പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പിന്നാലെ ഹാജരാകണമെന്ന നോട്ടീസ് നൽകി പോലീസ് മടങ്ങുകയായിരുന്നു. പിന്നീട് ഇതുവരെയും തന്നെ, അതായത് കഴിഞ്ഞ ദിവസം വരെ പോലീസിൽ പ്രതി ഹാജരാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. പിന്നാലെ പ്രതി വീണ്ടും വീട്ടിലെത്തി എന്ന വിവരം അറിഞ്ഞതിനെ തുടർന്ന് പോലീസ് പ്രതിയെ പിടികൂടാൻ വേണ്ടി പോയതായിരുന്നു. ആ സമയത്തും വീണ്ടും പ്രതിയെ പോലീസ് പിടികൂടാൻ ശ്രമിച്ചപ്പോൾ പോലീസിന് നേരെ പ്രതി വെട്ടുകത്തി വീശി ഉണ്ടായ ആക്രമണ സ്വഭാവത്തിനിടയിൽ അന്നത്തെ ആ CCTV ദൃശ്യങ്ങളും അതിന്റെ ശബ്ദം അടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊന്ന് കേട്ട ശേഷം തിരികെ വരാം. ഒന്ന് ചെയ്യട്ടെ. നിന്നെ അടിക്കൂല, നിന്നെ ആരാ അടിക്കണേ? മനസ മനോജ് ചേരുകയാണ്. മനസ്സ, ഏതായാലും ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. 1 മാസം മുമ്പ് ഈ കാപ്പ കേസ് പ്രതിയുടെ വീട്ടിൽ നോട്ടീസ് നൽകാനെത്തിയ പോലീസിന് നേരെ കാട്ടുന്ന അതിക്രമങ്ങളാണ്. ഇത് തന്നെ ആയിരിക്കണം കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലും ഈ പ്രതി നടത്തിയിട്ടുണ്ടാകുക. ഏതായാലും ഇപ്പോൾ ഈ കാട്ടാക്കടയിൽ നിന്ന് പിടികൂടി എന്നാണ് മനസ്സിലാക്കിയത്. ഏതെങ്കിലും പോലീസുകാർക്ക് ഈ പ്രതിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു? എന്താണ് വിവരങ്ങൾ? ഏതായാലും കാര്യമായ രീതിയിലുള്ള പരിക്കുകളൊന്നും തന്നെ പോലീസിന് പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. ഈ സ്വയരക്ഷയ്ക്ക് വേണ്ടി പ്രതിയെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണ സ്വഭാവം കാണിച്ചതിനെ തുടർന്ന് പ്രതിക്ക് നേരെ വെടിയുതിർക്കാൻ വേണ്ടി വെടിയുതിർക്കുകയായിരുന്നു SHO എന്നതാണ്. ആര്യങ്കോട് SHO ആണ് പ്രതിക്ക് നേരെ വെടിയുതിർത്തത്. അത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ നടപടി എന്നത് DIGയും വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വെടിയുതിർത്തതിന് പിന്നാലെ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് മണിക്കൂറുകൾക്ക് ശേഷം, അതായത് ഇന്ന് അല്പസമയം മുൻപ് കാട്ടാക്കടയിൽ വെച്ച് പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. പ്രതിയെ ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാക്കും എന്നത് തന്നെയാണ് അറിയുന്ന വിവരം എന്ന് പറയുന്നത്.